അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മുറിക്കല്ലി പാലത്തിന്റെ ഗതികേടിലേക്ക് പെരുമറ്റം പാലവും. പണി കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഉപയോഗിക്കാനാവാതെ നവീകരിച്ച പാലം. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പെരുമറ്റം പാലം വീതി കൂട്ടി നിർമ്മിച്ചെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി ഇഴയുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത മൂവാറ്റുപുഴയിലെ തന്നെ മുറിക്കല്ല് പാലത്തിന്റെ അതേ അവസ്ഥയിലേക്കാണോ പെരുമറ്റം പാലവും നീങ്ങുന്നതെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് പെരുമറ്റം പാലം നവീകരിച്ചത്. 8 പതിറ്റാണ്ട് പഴക്കമുണ്ടായിരുന്ന പഴയ പാലത്തിന് വെറും 8 മീറ്റർ മാത്രമായിരുന്നു വീതി. റോഡ് വികസിച്ചെങ്കിലും പാലത്തിന്റെ വീതി കുറവായത് ഈ മേഖലയിൽ കനത്ത ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് MP ഇടപെടുകയും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അലൈൻമെന്റിൽ മാറ്റം വരുത്തുകയുമായിരുന്നു. ഇതോടെ പാലത്തിന്റെ വീതി 5 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 13 മീറ്ററായി ഉയർത്തി നിർമ്മാണം പൂർത്തിയാക്കി. ആനയെ വാങ്ങിയിട്ടും തോട്ടി വാങ്ങിക്കാത്ത അവസ്ഥ പോലെ പാലം പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചമട്ടാണ്. നിർമ്മാണ സാമഗ്രികളും മറ്റും പാലത്തിൽ തന്നെ കിടക്കുന്നത് യാത്രക്കാർക്ക് വെല്ലുവിളിയാകുന്നു. പാലം പണി പൂർത്തിയായിട്ടും വർഷങ്ങളായി അപ്രോച്ച് റോഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഗതാഗതയോഗ്യമാകാത്ത മുറിക്കല്ല് പാലം മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പിന്റെ അടയാളമായി മാറിയിരുന്നു. മൂവാറ്റുപുഴയിലെ മുറിക്കല്ല് പാലം ഇന്ന് കേരളത്തിന് തന്നെ പരിഹാസമായി മാറിയ ഒന്നാണ്. ആ ഒരു പാരമ്പര്യം പെരുമറ്റത്തും ആവർത്തിക്കപ്പെടുമോ എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പേടി. മുളവൂരിൽ നിന്ന് ഉത്ഭവിച്ച് മൂവാറ്റുപുഴയിൽ ചേരുന്ന കടവുംപാട് തോട്ടിലെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ വെള്ളച്ചാട്ടം. പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോകാതെയാണ് പുതിയ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പാലത്തിലെ നിർമ്മാണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്നും അപ്രോച്ച് റോഡിന്റെ പണി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.